ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ അല്ലു അർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്തൊരുക്കിയ പാൻ ഇന്ത്യൻ മാസ് മസാല സിനിമയായിരുന്നു പുഷ്പ ദ റോൾ. കേരളത്തിൽ ഫസ്റ്റ് ഡേ തന്നെ നെഗറ്റീവ് റെസ്പോൺസ് വന്ന സിനിമയ്ക്ക് നോർത്ത് ഇന്ത്യ ഉൾപ്പെടെ എല്ലായിടത്തും മികച്ച അഭിപ്രായങ്ങളായിരുന്നു സ്വന്തമാക്കാൻ സാധിച്ചത്. പുഷ്പ 2 എനിക്കും തിയേറ്ററിൽ വാച്ചബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു സമ്മാനിച്ചത്. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ കമൻറ്റ് ചെയ്യൂ. 400-നും 500 കോടിക്കും ഇടയിലാണ് സിനിമയുടെ ബഡ്ജറ്റ് വരുന്നത്. ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ വിചാരിച്ച പോലെ ഇന്ത്യൻ സിനിമയിലെ ഹയസ്റ്റ് ഓപ്പണിംഗ് ഡേ കളക്ഷൻ പുഷ്പ തൂക്കിയിട്ടുണ്ട്. 223 കോടി നേടിയ RRR എന്ന സിനിമയെ 265 കോടി രൂപയോളം വേൾഡ് വൈഡായി സ്വന്തമാക്കിയാണ് പുഷ്പ 2 മറികടന്നത്. അതുപോലെ കേരളത്തിൽ നെഗറ്റീവ് റിപ്പോർട്ട് വന്നിട്ടും ഫസ്റ്റ് ഡേ 6 കോടി 35 ലക്ഷം നേടി ഈ വർഷത്തെ ടോപ്പ് FD റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. മമ്മൂക്കയുടെ 6 കോടി 15 ലക്ഷം നേടിയ ടർബോയെയാണ് പുഷ്പ 2 തകർത്തത്. കേരള ബോക്സ് ഓഫീസിൽ തെലുങ്ക് സിനിമകളിൽ ബാഹുബലി 2 ഇട്ടുവച്ചിരുന്ന 5 കോടി 45 ലക്ഷം എന്ന ഫസ്റ്റ് ഡേ റെക്കോർഡും മല്ലുവിൻ്റെ പുഷ്പ 2 തൂക്കിയിട്ടുണ്ട്. അതുപോലെ രണ്ടാം ദിവസം കൊണ്ട് വേൾഡ് വൈഡായിട്ട് 420 കോടിയോളം സ്വന്തമാക്കി പുഷ്പ 1ൻ്റെ ലൈഫ് ടൈം കളക്ഷൻ തന്നെ ചിത്രം മറികടന്നിരുന്നു. മൂന്നാം ദിവസമായ ശനിയാഴ്ചയും വമ്പൻ കളക്ഷനാണ് സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് 3 ദിവസം കൊണ്ട് ആകെ 10 കോടി 85 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 29 കോടി 58 ലക്ഷം രൂപയും തെലുങ്കിൽ നിന്ന് 147 കോടി 5 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 39 കോടി 50 ലക്ഷം രൂപയും നോർത്ത് ഇന്ത്യയിൽ നിന്ന് 236 കോടി 92 ലക്ഷം രൂപയും ചിത്രം സ്വന്തമാക്കി. 2 ദിവസത്തെ ചിത്രത്തിൻ്റെ ടോട്ടൽ ഇന്ത്യൻ കളക്ഷൻ 463 കോടി 90 ലക്ഷം രൂപയും ടോട്ടൽ ഓവർസീസ് കളക്ഷൻ 135 കോടി രൂപയുമാണ്. 598 കോടി 90 ലക്ഷം രൂപയാണ് പുഷ്പ 2 വെറും 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡായിട്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ 3 ദിവസം കൊണ്ട് 500 കോടി കടന്ന 2 സിനിമകളേ ഉള്ളൂ. ഒന്ന് ബാഹുബലി 2-ഉം ഇപ്പോൾ പുഷ്പ 2-ഉം. 4-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ച 200 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ വരാനാണ് ചാൻസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 4 ദിവസം കൊണ്ട് തന്നെ 700-നും 750 കോടി റേഞ്ചിൽ വരെ സിനിമയുടെ കളക്ഷൻ വരും. ഫൈനൽ കളക്ഷനൊക്കെ എവിടെ വരെ പോകുമെന്ന് ഒരു പിടിയുമില്ല. അല്ലു അർജുൻ്റെ സ്റ്റാർഡം ഒക്കെ ഇത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. കൊലത്തൂക്കെന്നൊക്കെ പറയില്ല, അതാണ് ഈ വർഷം അവസാനിക്കുമ്പോൾ അല്ലുവിൻ്റെ പുഷ്പ ബോക്സ് ഓഫീസിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമയായിട്ട് പുഷ്പ 2 മാറുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.